അറിയിക്കട്ടെ. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ നാം ആയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ആ വിശുദ്ധൻ്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെ ആക്കിത്തീർക്കുകയും ചെയ്യുവാൻ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ ഈ ലോകപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതൊക്കെ ഒരു പരിധിവരെ ആവശ്യമാണ്. എങ്കിലും അതിനപ്പുറമായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം വെച്ച് വേണം പരിശുദ്ധരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാൻ. അവരുടെ ജീവിത മാതൃകകളെ പിൻപറ്റുമ്പോഴാണ്, അവരെ പോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവരുടെ മധ്യസ്ഥത പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധരുടെ ജീവിതത്തിൽ അവർ സന്തോഷിക്കും. കർത്താവ് പറയുന്നത്, യഹോവയായ ദൈവത്തെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ട അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ അവരിന്നും ജീവിക്കുന്നുവെന്ന് കർത്താവ് യഹോവയായ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ, നാം മധ്യസ്ഥരായി കാണുന്ന വിശുദ്ധരൊക്കെയും അവരിന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാലും അവർ കർത്താവിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമുക്കുണ്ടാകേണ്ട ചിന്ത അതാണ്. ഞാൻ ദൈവത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, വേർതിരിക്കപ്പെട്ടവനാണ്. അതിന് യോജിച്ചതായ പ്രവൃത്തികളും സംസാരങ്ങളും ഇടപെടലും ഒക്കെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകാവൂ എന്നുള്ളൊരു ബോധ്യം നമുക്ക് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധ്യമാകണം. അതിനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതെ ഇരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കുന്ന മനുഷ്യരോട് ഉറുമ്പുകളെ നോക്കി ബുദ്ധി പഠിക്കാനായിട്ട് പറയുകയാണ്. നമുക്കൊക്കെ ഇപ്പോൾ സുപരിചിതമായ ഒരു ജീവിയാണ് ഉറുമ്പ്. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ എത്രമാത്രം വൃത്തിയാക്കിയിട്ടാലും അവിടെ കടന്നു വരുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ആ ഉറുമ്പിൻ്റെ നിസ്സാരത നമുക്കറിയാം. നമ്മുടെ കൈകളിലെ വിരലുകൾ കൊണ്ട്, 2 വിരലുകൾ കൊണ്ട് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അത് ചത്തുപോകും. അപ്രകാരം നിസ്സാരമായ ഒരു ജീവിയാണ് ഉറുമ്പ്. അതിനെ നോക്കി ബുദ്ധി പഠിക്കാനായിട്ട് പറയുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, അതിന് നായകനില്ല, ലീഡറില്ല. അതുപോലെ തന്നെ അതിനെ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം പ്രധാനപ്പെട്ട ആരുമില്ല. എങ്കിലും അതെന്തു ചെയ്യുന്നു എന്ന് പറയുകയാണ്. വേനൽക്കാലത്ത്
തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീറ്റ ശേഖരിക്കുന്നു എന്ന് പറയുകയാണ്. ഉറുമ്പിൻ്റെ ഉത്സാഹശീലത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തും. ഉറുമ്പിൻ്റെ പല നല്ല സ്വഭാവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് അതിൻ്റെ ഹാർഡ് വർക്കിംഗ്, ഉത്സാഹശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉറുമ്പ് യാത്ര ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, അത് വളരെ സ്പീഡിലാണ്, വളരെ ധൃതിയിൽ അത് യാത്ര ചെയ്യുന്നത് കാണും. എവിടെയെങ്കിലും ഒരു ഭക്ഷണവസ്തു, എന്തെങ്കിലും ഒരു സാധനം അതിന് ഉപയോഗപ്രദമായത് കണ്ടാൽ അതെന്തു ചെയ്യും? അത് ഉടനെ അതെടുത്തുകൊണ്ട് പോകത്തില്ല. അത് പോയിട്ട് അതിൻ്റെ അടുത്ത ഒരു ഉറുമ്പിനോട് പറയും, ഇന്നടുത്ത് ഇന്നതുപോലെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, നിങ്ങളും വരിക എന്ന്. നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു ഭക്ഷണ സാധനം കിടന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു ഉറുമ്പിൻ്റെ കൂട്ടം കാണും. അത് മറ്റു ഉറുമ്പുകളോട് പറഞ്ഞ് അതിനെ അവിടെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഉറുമ്പ് സംസാരിക്കുന്നത്? ഉറുമ്പ് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഡയറക്ഷനിലാണ്. വീട്ടിൽ പോയി നോക്കണം. അത് ഒരു ഉറുമ്പ് മുന്നോട്ട് പോയാൽ ഒരു ഉറുമ്പ് തിരിച്ചു വരുന്നത് കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉറുമ്പുകൾ യാത്ര ചെയ്യുകയാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഉറുമ്പ് അതൊരു ഹായ് പറഞ്ഞിട്ട് പോവുകയല്ല, അവിടെ നിന്ന് അത് പരസ്പരം മുട്ടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പരസ്പരം മുട്ടി ചില സമയത്ത് ചിലത് അല്പനേരം കൂടി അവിടെ നിൽക്കും. അല്പനേരം മാത്രമല്ല, കുറച്ച് നേരം കൂടി അവിടെ നിന്ന് പറയണമെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടതും. അതിന് സംസാരം നമ്മളെപ്പോലെ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയത്തില്ല. അത് അവ തമ്മിൽ മുട്ടി അത് കടന്നു വന്ന സാഹചര്യത്തിൻ്റെ അവസ്ഥ പകർന്നു കൊടുത്തിട്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അത് യാത്ര ചെയ്യുന്നത് വളരെ സ്പീഡിലാണ് എന്ന് ഞാൻ പറഞ്ഞത്. സമയം മെനക്കെടുത്താതെ അത് ജോലി ചെയ്ത് കിട്ടുന്ന അവസരം അത് പ്രയോജനപ്പെടുത്തുകയാണ്. ധാന്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് അത് ശേഖരിച്ചു വയ്ക്കുകയാണ്. ഉറുമ്പിൻ്റെ കൂടുകളിലേക്ക് ചെന്നാൽ അവിടെ കാണുന്നത് ഓരോരോ അറകളുണ്ട്. അറകളിൽ ഓരോരോ കാര്യങ്ങൾ അത് ക്രമീകരിക്കുകയാണ്. അതിന് മുട്ടയിടുന്ന ഒരു സ്ഥലത്താണ്, അതുങ്ങൾ വസിക്കുന്നത് ഒരു സ്ഥലത്താണ്, അതുങ്ങൾ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഓരോരോ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുകയാണ്, ഭക്ഷണ സാധനങ്ങൾ അത് സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ലഭിക്കാത്ത സമയത്തിനു വേണ്ടി അത് കരുതി വയ്ക്കുകയാണ്. അലസരായിരിക്കാതെ എപ്പോഴും വ്യാപൃതരായിരിക്കുന്ന, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ജീവി ഉറുമ്പ് എന്ന് ശലോമോൻ പറയുകയാണ്. അത് നമുക്കൊക്കെ ഒരു മാതൃകയാകുവാൻ തക്കവണ്ണം ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്കും കണ്ണോടിക്കുമ്പോൾ ആക്റ്റീവായിരിക്കുന്ന ആളുകളെ ദൈവം പിടിച്ച് വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതായിട്ട്, ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയെ ദൈവം വിളിക്കുന്നു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് അല്ലെങ്കിൽ സിയോൻ മലയുടെ അടിവാരത്ത് ആടുകളെ മേയിച്ച് കൊണ്ട് നടക്കുന്ന മോശയെ കണ്ടിട്ട് അവിടെ സീനായി മലയുടെ അടുക്കലേക്ക് ആടുകളെ നയിച്ചു കൊണ്ടുവരുന്ന മോശയെ കണ്ടിട്ട് ദൈവം അവനെ വിളിക്കുകയാണ്. നീ ആടുകളെ നോക്കി നടത്തേണ്ടവനല്ല, ഇസ്രായേലിൻ്റെ ചുമതല മുഴുവനും മോശയെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് നയിക്കുവാനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട്
മോശയെ ആ വലിയ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. മോശ അവിടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. രണ്ടാമതായിട്ട് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇശായിയുടെ പുത്രന്മാരായ ദാവീദിൻ്റെ സഹോദരന്മാർ 7 പേരാണ്. ദാവീദിനെയും കൂട്ടി 8 പേരാണ്. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഇശായിയുടെ ഭവനത്തിലേക്ക് വരികയാണ്. ഇശായി ചോദിക്കുന്നു, എന്താണ് പ്രവാചകൻ ഇവിടേക്ക് വരുന്നത്? പ്രവാചകൻ വരുന്നത് കാണുമ്പോൾ തന്നെ പലപ്പോഴും ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഭയമാണ്. ദൈവത്തിൻ്റെ കൽപ്പനയുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ദാവീദിൻ്റെ പിതാവായ ഇശായി ശമൂവേൽ പ്രവാചകനോട് ചോദിക്കുന്നു, അങ്ങെന്താണ് വന്നത്? അപ്പോൾ പറയുകയാണ്, നിൻ്റെ മക്കളിൽ നിന്ന് ഒരാളെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് യഹോവ എന്നെ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ മക്കളെ ഒക്കെ വരുത്താനായിട്ട് പറയുകയാണ്. ഇശായി മൂത്ത മക്കളെയൊക്കെ വരുത്തി. അവരൊക്കെ സമർത്ഥന്മാരാണ്, മിലിറ്ററി ഉദ്യോഗസ്ഥരാണ്, വിവിധ കഴിവുകളുള്ളവരാണ്. അവരൊക്കെ സൗന്ദര്യമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്. അവരെയൊക്കെ ഓരോരുത്തരായിട്ട് അവിടെ ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ പ്രവാചകൻ ഇവരെയൊക്കെ ഓരോരുത്തരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവരാണോ? അപ്പോൾ യഹോവ പറയുകയാണ്, അവരെ ഒന്നും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അവരൊക്കെ നീ നോക്കുമ്പോൾ ആരോഗ്യമുള്ളവരും കഴിവുള്ളവരും പണ്ഡിതരും സൗന്ദര്യമുള്ളവരും ഒക്കെയാണ്. അവരുടെ സൗന്ദര്യവും ആരോഗ്യമൊന്നും നീ നോക്കണ്ട എന്ന് പറയുകയാണ്. ശമൂവേൽ പ്രവാചകന് സംശയമായി ഇശായിയോട് ചോദിക്കുവാണ്, നിൻ്റെ മക്കളൊക്കെ വന്നോ? ഇല്ല, ഇളയവനുണ്ട്. അവൻ ആടുകളെ നോക്കിക്കൊണ്ട് അതിലെ നടക്കുകയാണ്. അവൻ ആടുകളെ നോക്കിക്കൊണ്ട് പറമ്പിൽ നടക്കുകയാണ്. സമയം പോരാ എന്ന് പറയുന്ന ആളുകളും സമയം അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഈ സമയം അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. സമൂഹത്തിലും കുടുംബങ്ങളിലും ഒക്കെ പ്രശ്നമുണ്ടാക്കുന്നതും ഇങ്ങനെയുള്ളവരാണ്. സമയം അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയും. എന്നാൽ ഒരു കൂട്ടം ആളുകൾ പറയുന്ന സമയം പോരാ, അവർക്ക് മാത്രമേ എന്തെങ്കിലും സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയത്തും. അധ്വാനിക്കാൻ മനസ്സുള്ള മനുഷ്യരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ വളരെ പരിമിതമാണ്. 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച കർത്താവ് ഒരു നിമിഷം പോലും വെറുതെ കളഞ്ഞില്ല. അലസനായിരിക്കുന്ന കർത്താവിനെ ഒരിക്കലും കാണുന്നില്ല. അല്പനേരം ഒന്ന് ഉറങ്ങാമെന്നോർത്ത് പടകിൽ തലയണയായി പടകിനെ ഉപയോഗിച്ച് അവിടെ കിടക്കയായിട്ട് കിടക്കുമ്പോൾ അവിടെയും ഉണർത്തുന്ന ശിഷ്യന്മാരെയാകാം. പകൽ മുഴുവനും സുവിശേഷ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന കർത്താവ്, രാത്രി മുഴുവനും പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്ന കർത്താവ് തൻ്റെ ഈ ലോക പ്രവർത്തന കാലഘട്ടം പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ പറയുകയാണ്, എല്ലാം നിവൃത്തിയായി. കർത്താവിനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ എല്ലാം നന്നായി ചെയ്തു എന്ന് പറയുകയാണ്. നാം ഒക്കെ ചെയ്യുന്നത് നന്നായിട്ടാണോ ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സമയമൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കും? പലപ്പോഴും റീൽസ് കണ്ടും ഫോണിൽ നമ്മുടെ സമയം ചെലവഴിച്ചു നമ്മുടെ സമയം വെറുതെ പാഴാക്കുന്ന ആളുകളെയാകാം. പണ്ടൊക്കെ ടി വിയിലെ പ്രോഗ്രാമുകളാണ്. അപ്പം അതിനൊക്കെ ഒരു പരിമിതിയായി. പക്ഷേ അതിനു പകരം ഇവിടെ മനുഷ്യനെ മറ്റു പലതും സ്വാധീനിക്കുകയാണ്. അല്പമൊക്കെ വിശ്രമവും അല്പമൊക്കെ എൻജോയ്മെൻറ്റും ആവശ്യമാണ്. എങ്കിൽ തന്നെയും അതിൽ പൂർണ്ണമായും സമയം ചെലവഴിക്കാതെ ജീവിതത്തെ പ്രയോജനപ്രദമായ രീതി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്
അവർ പ്രാർത്ഥനയും മാത്രമായിട്ട് ചെലവഴിക്കുക. പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടുമെന്നാണ് പിള്ളേരുടെ വിചാരം. പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ വേണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ചെയ്യേണ്ട കടമകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് അവസരങ്ങൾ ചുരുക്കമാണ്. ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. അധ്വാനിക്കാതെ പണം സമ്പാദിക്കുവാനും വളരുവാനും ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ വലുതാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ വേദനപ്പെടുത്തിയിട്ടാണെങ്കിലും മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടാണെങ്കിലും മോഷണവും കൊലപാതകങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഡ്രഗ്സിൻ്റെ ബിസിനസ്സുകൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സുകളാണ് കേരളത്തിൽ വിറ്റഴിക്കുക. അതൊക്കെ ഓരോരുത്തർ ധനവാന്മാരാകുവാൻ വേണ്ടിയുള്ള ഓരോ എളുപ്പ വഴിയായിട്ട് കാണുകയാണ്. മറ്റുള്ളവർ നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ വളരണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളായിട്ടും കൂടി കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി തീരും. നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ അതിനെ പ്രയോജനപ്രദമായ രീതി ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുവാനായിട്ട് സാധ്യമാകണം. ഇവിടെ ഉറുമ്പിൻ്റെ കാര്യം നാം പറഞ്ഞു. ഉറുമ്പ് അതിന് ലഭിക്കുന്ന ഭക്ഷണവസ്തുക്കൾ അതിന് മാത്രമായി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ അവശേഷിപ്പിച്ച് കളയാതെ അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുകയാണ്. അതിൻ്റെ ഷെയറിങ് മെൻറ്റാലിറ്റി, അതിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒരു അനുഭവമാണ്. ആ സോഴ്സുകൾ തങ്ങൾക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്കും വേണ്ടി ഉള്ളതും കൂടെയാണെന്നുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് ഈ ഉറുമ്പ് പ്രവർത്തിക്കുന്നത്. ഭക്ഷണവസ്തുക്കൾ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സമസൃഷ്ടികൾക്കും വേണ്ടി ഉള്ളതും കൂടെയാണെന്നുള്ള ചിന്തയിൽ അത് പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരസ്പരം പങ്കുവെക്കലിൻ്റെ അനുഭവം ഉണ്ടാകും. എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാത്രമായിരിക്കരുത് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, നമ്മുടെ അയൽക്കാരുടെ, നമുക്ക് ദ്രോഹം ചെയ്യുന്ന അവരെയും സ്നേഹിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താ വ്യത്യാസം? കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കെന്ത് പ്രത്യേകത? പുറജാതികളും അങ്ങനെയല്ലയോ ചെയ്യും. ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ആളുകളും ചെയ്യുന്നത് തങ്ങളെ സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കും. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവരുടെ ദോഷത്തിന് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. അതും നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം അത് സാധ്യമാകും. അത് നടക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നാം നോമ്പ് നോക്കുമ്പോഴും നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിയും നോമ്പ് നോക്കണം. അവരുടെ സൗഖ്യത്തിന് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ടും നോമ്പ് നോക്കുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഉറുമ്പിനെ സംബന്ധിച്ച് അത് മറ്റുള്ളവരെ സഹകരിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു മനോഭാവം. ഞാൻ പറഞ്ഞു, ചെറിയ ഭക്ഷണവസ്തു അത് തന്നെ എടുക്കാവുന്നതാണെങ്കിൽ അത് എടുത്തുകൊണ്ട്, വലുതാണെങ്കിൽ മറ്റുള്ളവരെ കൂടെ ചേർത്ത് ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു മനോഭാവം, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവം. പലപ്പോഴും നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ ആശയങ്ങളും നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മൾ വളരെ വില കൽപ്പിക്കുന്ന, മറ്റുള്ളവരുടേതായ ചിന്തകളോ മറ്റുള്ളവരുടേതായ ആശയങ്ങളോ നമ്മൾക്ക് പലപ്പോഴും ശ്രദ്ധിക്കാനോ അതിനെ അംഗീകരിക്കുവാനോ കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകും. അത് കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലൊക്കെയാണ്. കുടുംബങ്ങളിലാണെങ്കിലും പരസ്പരം
സഹകരിപ്പിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മനോഭാവം പലപ്പോഴും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കും ഒക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇന്ന് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളികൾ തമ്മിലാണെങ്കിലും പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നു. ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ തിരിച്ചറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അല്പം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കുവാനുള്ള ഒരു മനോഭാവം, അത് യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ദൈവത്തോട് അടുത്ത് വരുമ്പോഴാണ്, ദൈവിക ബന്ധത്തിൽ വളരുമ്പോഴാണ് അതും സാധ്യമാകും. സ്നേഹബന്ധത്തിൻ്റെ അനുഭവത്തിൽ വളരണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കേ സാധിക്കത്തുള്ളൂ. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയാം. സ്നേഹത്തിൻ്റെ വിവിധ കിരണങ്ങളാണ് അതിനോട് ചേർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പ്രധാനമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ വളരുമ്പോഴാണ് പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം കരുതുവാനും പരസ്പരം ബഹുമാനിക്കുവാനും കഴിയത്തു. പരസ്പര ബഹുമാനം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുക. അത് എല്ലാവർക്കും പരസ്പരം ഇങ്ങോട്ട് ബഹുമാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും നമുക്ക് കഴിയണം. ഉറുമ്പിൻ്റെ ഒരു സ്വഭാവം കൂടി പറഞ്ഞിട്ട് വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളാം. ഉറുമ്പ് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? അത് ലൈനായിട്ടാണ്. ഏത് ഡയറക്ഷനിൽ പോയാലും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാലും അത് ലൈനായിട്ടാണ് അതിനെ തട്ടി മാറ്റിയാലും അല്പനേരം കഴിയുമ്പോൾ ആ ലൈനിൽ കൂടി മാത്രമേ അത് പോകത്തൂ. അതിൻ്റെ ചിട്ടയായ ഒരു ശീലം, അതിൻ്റെ ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ജീവിത ശൈലി അവിടെ കാണും. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ലെങ്കിൽ തന്നെയും അത് യാത്ര ചെയ്യുന്നത് വളരെ ചിട്ടയായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ചിട്ടയും നിഷ്ഠയും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. ഒരു ടൈം ടേബിൾ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഓരോ കാര്യങ്ങൾക്കും ഒരു നിഷ്ഠയുണ്ടാകും. അത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിലോ സ്കൂളിലോ കോളേജിലോ മാത്രമല്ല, നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും, ഒരു ചിട്ടയുണ്ടാകും. പള്ളിയിൽ വന്നാലും ആ ചിട്ടയുണ്ടെങ്കിലേ നമ്മൾ അത് ശീലിക്കത്തു. മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത രീതി, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിൽക്കുവാനും ഇടപെടാനും ഒക്കെ സാധിക്കുന്നത് ജീവിതത്തിലെ ഈ ചിട്ട കൊണ്ടാണ്. നമ്മൾ സാധാരണ പറയും മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്തവർ വന്ന പട്ടാള ചിട്ടയാണെന്ന് പറയും. അത് അവരുടെ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് ലഭിക്കുന്നു. അധ്യാപകരെക്കുറിച്ചും പറയും, അവർക്കൊക്കെ ചില നിഷ്ഠകളുണ്ടെന്ന് പറയും. അതവർ ശീലിക്കുന്നതാണ്. മിലിറ്ററി ഉദ്യോഗസ്ഥരല്ലെങ്കിലും അധ്യാപകരല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു നിഷ്ഠയുണ്ടാകണം. ഇന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കും, ഇന്ന സമയത്ത് ഇന്ന ജോലി ഞാൻ ചെയ്യും, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠയുണ്ടെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും. ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ, അതിന് ഉയർച്ചയുണ്ടാകണമെങ്കിൽ ഇത് നമ്മൾ പാലിക്കണം. വീടുകളിലാണെങ്കിലും അത് നമ്മൾ ശീലിച്ച് മറ്റുള്ളവരെ ആ രീതിയിൽ ശീലിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമായ ഐശ്വര്യമുള്ള സമാധാനമുള്ള ഒരു ജീവിത അനുഭവമാകും. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയും അത് ശീലിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ നിഷ്ഠയുണ്ടെങ്കിലേ അത് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തും. കർത്താവിൻ്റെ ജീവിതത്തിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കർത്താവ് 5000 പുരുഷന്മാരടങ്ങുന്ന 4000 പുരുഷന്മാരടങ്ങുന്ന വലിയൊരു സമൂഹം കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നപ്പോൾ അവരെ പിന്നീട് ഭക്ഷണം കൊടുക്കാൻ ഇരുത്തുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ 50 പന്തിയായി ഇരുത്തുവീനെന്ന് പറയുകയാണ്. ജീവിതത്തിൽ നിഷ്ഠ പാലിച്ചിരുന്ന ഒരു ചിട്ടയുണ്ടായിരുന്ന കർത്താവിൻ്റെ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലും പകർത്തുവാനായിട്ട് സാധിക്കണം.
അത് ഓഫീസുകളിൽ ചെന്നാലും നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. ഒരാൾക്ക് മുമ്പിൽ എനിക്ക് കടന്ന് അക്കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് ആ മുമ്പിൽ നിൽക്കുന്ന ആളിനെ തട്ടിമാറ്റി പോകുന്ന ഒരു ജീവിത ശൈലിയല്ല. നമ്മളിന്ന് വഴിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോഴും അതാണ് കാണുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് കടന്നു പോകാനായിട്ട് തടസ്സമായി എന്തെങ്കിലും വന്നാൽ നമ്മളവിടെ ഇറിറ്റേറ്റഡ് ആവും. പിന്നെ നമുക്ക് ഹോണടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മറികടക്കാനായിട്ടുള്ള ഒരു ശ്രമം അവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഒരു സഹനമില്ലാത്ത ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന കാര്യങ്ങളെ ഒക്കെ വിജയകരമായി നേരിടണമെങ്കിൽ അല്പനേരം ഒന്ന് സഹനത്തോടുകൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നാം ഇന്ന് മധ്യസ്ഥനായി കാണുന്ന വിശുദ്ധനായ ഗീവർഗീസഹദായാണെങ്കിലും നമ്മുടെയൊക്കെ നാഥനായ കർത്താവാണെങ്കിലും ജീവിതത്തിലൊക്കെ എന്തു വേദനകൾ സഹിച്ചവരാണ്. ഈ ലോക ജീവിതത്തിൽ വേദനകൾ ഉണ്ട്, കഷ്ടത ഉണ്ട്. കഷ്ടതയില്ലാത്ത ഒരു ജീവിതം കർത്താവ് വാഗ്ദാനം ചെയ്യുന്നില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾക്കും ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകളില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് പ്രതീക്ഷിച്ച് പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കരുത്. കർത്താവിൻ്റെ സന്നിധി വരുമ്പോഴും ഈ ഒരു മനോഭാവത്തോടുകൂടെ ആയിരിക്കണം. എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകും, എന്നാൽ അതിനെ അതിജീവിപ്പാനായിട്ടുള്ളൊരു കൃപ ദൈവം നമുക്ക് നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ വിജയകരമായി നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ജീവിതത്തിലെ കഷ്ടതകളെ അതിജീവിച്ച് അങ്ങനെ വിശുദ്ധിയിൽ വളരാം. കഷ്ടതകളൊക്കെ നമുക്ക് വിശുദ്ധിയിൽ വളരാനുള്ള ഓരോരോ ചവിട്ടുപടികളാണ്. വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ അങ്ങനെയാണ് അവയെ കണ്ടത്. അല്ലാതെ കഷ്ടതകളിൽ നിന്ന് അവർ ഓടി ഒളിക്കുകയായിരുന്നില്ല. ഗീവർഗീസഹദായുടെ ജീവിതത്തിൽ എന്തെന്ത് പരീക്ഷകളാണ് കടന്നുപോയത്. ഒരു നിമിഷം ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊന്നും ശ്രമിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ സന്തോഷത്തോടെ അതിനെ കാണും. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, കഷ്ടത ഒരു വരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് ആത്മീയതയിൽ വളരാനുള്ള ഒരു ചവിട്ടുപടിയായി, ഒരു വരമായി കണ്ടുകൊണ്ട് അതിനെ നേരിടുമ്പോൾ നമുക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല, ഒരിക്കലും ഒരു അസ്വസ്ഥരാകേണ്ട കാര്യമില്ല, ഒരിക്കലും ഒരു സന്തോഷമില്ലാത്ത അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാം. നമ്മുടെ ജീവിതത്തെ അർത്ഥവത്തായി ഉപയോഗിക്കാം. ലഭിക്കുന്ന സമയങ്ങൾ അത് അർത്ഥവത്തായി ഉപയോഗിക്കാം. അപ്രകാരം ഒരു നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ ആരാധനയും നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയൊക്കെ നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി